യോഷിത്തിരണ്യാഭരണാംബരാദി ദ്രവ്യേഷു മായാരചിതേഷു മൂഢ പ്രലോഭിതാത്മാഹ്യുപഭോഗബുദ്ധ്യാ പതംഗവത് നശ്യതി നഷ്ടദൃഷ്ടി. നമസ്കാരം. എല്ലാവർക്കും പ്രഭാതകേളിയിലേക്ക് സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലത്തെ 8-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ അവതാര കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഭക്തോത്തമനായിരിക്കുന്ന ഉദ്ധവൻ ഭഗവാന്റെ പാദപത്മത്തിന് നമസ്കരിച്ച് തന്നെ കൂടി കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഭഗവാനോട് പോവരുത് എന്ന് അപേക്ഷിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു, ഉദ്ധവ അങ്ങനെയല്ല വേണ്ട, എനിക്ക് പോവാണ്ടിയും കഴിയില്ല, അങ്ങേ കൊണ്ടുപോകാനും പറ്റില്ല, എല്ലാ ദിക്കിലും എന്നെ കാണണം, അതിന് പഠിക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ പോയാലും അങ്ങേക്ക് ദുഃഖം ഉണ്ടാവില്ല. അതെങ്ങനെ സാധിക്കും? ഈ പ്രപഞ്ചത്തിൽ എല്ലാ സംഗതികളിൽ നിന്നും ആത്മതത്വം ഉൾക്കൊള്ളാൻ കഴിയണം. അങ്ങനെ 24 ഗുരുക്കന്മാരെയാണ് ഭഗവാൻ വെറും മാതൃകയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സാമ്പിൾ മാത്രമാണത്. 24 അല്ല, 240 ആവാം, 2400 ആവാം. കാരണം നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് എന്ത് കണ്ടാലും അതിൽ നിന്ന് ആത്മതത്വം പഠിക്കാനായിട്ട് നമുക്ക് കഴിയും എന്ന് പറഞ്ഞ് 24 ഉദാഹരണം മാത്രമാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഒന്നാണ് പാറ്റ. അതായത് ആ പാറ്റയിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ്? ബാക്കി 23 നമ്മളിപ്പോൾ പ്രതിപാദിക്കണില്ല. ഈ ഈയാമ്പാറ്റയെന്നൊക്കെ ഇപ്പോൾ എന്താ പഠിക്കുക? നമ്മൾ പെട്ടെന്ന് അതാണല്ലോ ചിന്തിക്കുക. ഈയാമ്പാറ്റയിൽ നിന്നും പഠിക്കാനുണ്ടോ? അത് നമ്മുടെ ഗുരു ആവുമോ? ആവും വേണമെങ്കിൽ എന്നാണ് ഭഗവാൻ പറയണത്. ആർക്ക് എന്തിൽ നിന്നാണ് പഠിക്കാൻ പറ്റാത്തത്? പഠിക്കണം എന്നുള്ള ബോധം ഉണ്ടായാൽ മതി. അവർക്കൊക്കെ ഏതിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്ന് പഠിക്കാം എന്നാണ്. ഇവിടെ പാറ്റയിൽ നിന്ന് എങ്ങനെ ഒരു വിളക്കോ അല്ലെങ്കിൽ ദീപമോ അഗ്നിയോ കണ്ട് അതെന്തോ ഒരു തീറ്റ വസ്തുവാണെന്നോ എന്തോ ധരിച്ചിട്ടാണ് ആ അഗ്നിയിലാണ് പോയിട്ട് പാറ്റ ചാടുക. അതോടുകൂടി അത് കത്തിക്കരിഞ്ഞ് അതിൻ്റെ ആയുസ് കഴിഞ്ഞു അല്ലേ? ദയനീയമായിട്ട് മരിക്കുകയാണ്. ഇതുപോലെ മനുഷ്യൻ എന്ത് ചെയ്യണു? കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഇന്നത്തെ കാലത്ത് നശിക്കണത്. വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത് കേട്ടോ. യോഷിത്തിരണ്യാഭരണ അംബരാദി ദ്രവ്യേഷു മായാ രചിതേഷു മൂഢനായിട്ടുള്ള ഒരാൾ സ്ത്രീ, സ്വർണം, വസ്ത്രം മുതലായിരിക്കുന്ന വസ്തുക്കൾ കണ്ട് പ്രലോഭിപ്പിക്കപ്പെടുന്നു. പ്രലോഭിപ്പിക്കപ്പെട്ട് എങ്ങനെ നശിക്കണു? പതംഗവൽ നശ്യതി, ആ പാറ്റയെ പോലെ നശിക്കുന്നു. ഈ വസ്തുക്കളൊക്കെ കണ്ടാൽ നശിക്കുമോ? വസ്തുക്കൾ അങ്ങനെ കണ്ടാൽ നശിക്കുന്നല്ല കേട്ടോ. അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ പലതും ഉണ്ട്. അങ്ങനെ പറയാച്ച ഇപ്പം നമ്മൾ ഈ സാധനങ്ങൾ നമുക്ക് വേണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവരികയാണ്. നല്ല വസ്ത്രം വേണമെന്ന് തോന്നുന്നത് പരസ്യം കണ്ടിട്ടാണ് അല്ലേ? അതിനാണല്ലോ പരസ്യം കൊടുക്കണം. അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുണ്ടിൻ്റെ പരസ്യം എന്നാന്ന് നോക്കിക്കളാൻ. ചിലപ്പോൾ വല്ല സോപ്പിൻ്റെ പരസ്യമായിരിക്കും. ഗംഗാജലം പോലെ ശുദ്ധമായ സോപ്പ്. ഗംഗാജലം കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. ഗംഗാജലം, തുളസി, ചന്ദനം, കസ്തൂരി മഞ്ഞൾ ഇതൊക്കെ ചിത്രം കാണിക്കും. ഇങ്ങനെ അരച്ചിക്കണ ചിത്രമൊക്കെ ഇങ്ങനെ കാണിച്ച് ഇതിൻ്റെ ഒന്നും അടുത്തുകൂടി ആ സാധനം പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെ പരസ്യത്തിൽ കൂടെ നമ്മൾ പല സാധനങ്ങളും കണ്ട് ഭ്രമിച്ച് പൈസ കളയണു ഇല്ലേ? ഈ പൈസ കളയണതിന് കൂട്ടത്തിൽ കൂടെ ഒരുപാട് സമയവും കളയും. ഈ പരസ്യം ഇത് കൂടെ കാണിക്കുക, സീരിയൽ കൂടെയാണ്. അവർക്ക് ആവശ്യം ഇപ്പോൾ ഈ സീരിയൽ കാണണം, അതാണ്. അതിന് പൈസ കിട്ടാനാണ് പരസ്യം കാണിക്കണം. ഈ സീരിയൽ ആരെങ്കിലും കണ്ടാലല്ലേ ഈ പരസ്യക്കാർ വരുള്ളൂ. അപ്പോൾ അവർ വിലപ്പെട്ട നമ്മുടെ സമയം സീരിയലിൽ കൂടെ കളയണു. ഈ സാധനം കണ്ടു വാങ്ങിയിട്ട് പൈസ കളയണു. ഇത് കണ്ട് വീട്ടിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമയാസമയത്ത് നടക്കേണ്ടത് നടക്കാതിരിക്കണു. സന്ധ്യയ്ക്ക് നാമജപമുണ്ടോ? ഇല്ല, സീരിയലാണ്.
കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല, സീരിയലാണ്. അപ്പോൾ അവർ കാണേണ്ടതായിട്ടുള്ള ആഗ്രഹിച്ച സംഗതി നിങ്ങൾ കണ്ടുകൊണ്ട് നേരം വെറുതെ പോകുന്നു. സന്ധ്യയ്ക്ക് ഈശ്വര വിചാരമില്ല, വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കില്ല. ഭർത്താവിനെ ശുശ്രൂഷിക്കുക, അച്ഛനെ ശുശ്രൂഷിക്കുക, അമ്മയെ ശുശ്രൂഷിക്കുക, വല്ലതും ഉണ്ടോ ഒന്ന്? പ്രലോഭിതാത്മാ ഹിപഭോഗബുദ്ധിയ, പരസ്യം കണ്ട് സാധനങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കിയിട്ടും അതിൽ കൂടെ വരുന്ന മറ്റ് പരിപാടികളോ സീരിയലോ ഇത് കണ്ടിട്ട് സമയം കളഞ്ഞിട്ടും അനവധി ആളുകൾ നേരം പ്രഭാതമായ എന്ന് മൊബൈലിൻ്റെ മുമ്പിലാണ് അല്ലേ, തോണ്ടാൻ തുടങ്ങി. നേരം വിളിച്ചായ തോണ്ടാൻ തുടങ്ങി. അതിൽ ഇത് കൊണ്ടുവന്നിട്ട് എന്നാൽ അങ്ങനെയെങ്കിലും ഇത് കാണട്ടെ വിചാരിച്ചിട്ട് അപ്പം ഇങ്ങനത്തെ പരിപാടികൾ നമ്മൾ ചെയ്യണത്. അതിർത്താൽ എന്തെങ്കിലും ഒന്ന് കണ്ണുപെട്ടാൽ ഒന്ന് നല്ലത് കണ്ടോട്ടെ, കാരണം അതല്ലാണ്ട് വഴിയില്ല. അപ്പം എന്താ ചെയ്യുക? സത്യത്തിൽ ഇത് അധികമായിട്ട് ഭ്രമിക്കുന്നത് വളരെ വലിയ അപകടം ഉണ്ടാക്കും എന്നാണ് ഇന്ന് ശാസ്ത്രജ്ഞന്മാരടക്കം പറയുന്നത്. ഭാഗവതം മാത്രമല്ല, മൊബൈൽ തലയ്ക്ക് വെച്ച് കിടക്കുക, റേഡിയേഷൻ്റെ പ്രശ്നം. കിടക്കണേൻ്റെ തൊട്ട് മുമ്പ് നോക്കിയാൽ ഉറക്കം വരാണ്ടിരിക്കും അല്ലേ. മെലോട്രോൺ എന്ന് പറയുന്നൊരു സാധനം ബ്രെയിനിൽ ഉണ്ടായതുകൊണ്ട് അത്രയും നമുക്ക് ഉറക്കം വരുന്നത്. ഇത് കുറച്ച് മുമ്പ് നോക്കി നിന്നാൽ ആ സാധനം ഉണ്ടാവില്ല, ഉറക്കം വരും. ഉറക്കത്തിനെ ബാധിച്ചു. ഉറക്കത്തിനെ ബാധിച്ചാൽ രാവിലെ എണീക്കാൻ ബാധിക്കും. ആലോചിച്ച് നോക്കൂ. കണ്ണിന് ബാധിക്കും, നട്ടെല്ലിന് ബാധിക്കും, ഇരുന്ന് കണ്ടാൽ മുതുവേദന വരും. എന്തൊക്കെ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കൂ. സമയത്ത് നടക്കേണ്ടത് കൃത്യമായിട്ട് സമയത്തിന് നടക്കില്ല. പരസ്യം കണ്ടിട്ട് വേണ്ടാത്ത വാങ്ങും, കാശ് പോവും. കിട്ടണ സാധനങ്ങൾ ശരിയല്ലെങ്കിൽ ആരോഗ്യത്തിനെ ബാധിക്കുകയും ചെയ്യും. ഇതിൽ ചില സോപ്പൊക്കെ തേച്ചാൽ ചർമ്മത്തിന് അപകടമാണ്, അലർജിയാണ്. ചില സാധനങ്ങളൊക്കെ കഴിക്കേണ്ടത് വാങ്ങിയാൽ അപ്പോഴും അപകടമാണ്. എപ്പോഴത്തേക്ക് പ്രശ്നമായി നോക്കൂ. പൈസ പോണു, സാധനം വാങ്ങിയിട്ട് ആരോഗ്യത്തിന് കേടുവരുന്നു, സമയം പോണു അല്ലേ. നട്ടെല്ല് വേദന, തണ്ടെല്ല് വേദന, വേറൊന്ന്, അങ്ങനെ ഇങ്ങനെ. കണ്ണിന് കുഴപ്പം, കുറേ കണ്ടാൽ കണ്ണിന് കുഴപ്പം. ഇങ്ങനെ പതങ്കവൽ നശ്യതി നഷ്ടദൃഷ്ടി. അതുകൊണ്ട് ആ പാറ്റയെ ഒന്ന് ഓർക്കുക. എപ്രകാരമാണ് അത് അഗ്നി കണ്ട് ഭ്രമിച്ച് സ്വയം ചിറക് കരിഞ്ഞ് നശിക്കുന്നത്, അതുപോലെ ഒരു സമയക്രമമൊക്കെ വെക്കുക. ടി വി ആണെങ്കിലും മൊബൈലാണെങ്കിലും ഒരു സമയക്രമം. നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ സമയക്രമം വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവും അല്ലേ, അവിടെ ആത്മീയ സാധനയ്ക്ക് തടസ്സം വന്നിട്ടുള്ള ഒരു പരിപാടി ഇതിൽ കൊടുക്കരുത് എന്നാണ് നമ്മുടെ ഒരു പതിവ് തീരുമാനം വെച്ചിരിക്കണം. രാവിലെ കുറച്ച് നേരം ഈശ്വര വിചാരം ചെയ്യാൻ വേണം. അപ്പോൾ ആരും മെസ്സേജ് ഇടും വേണ്ട, മെസ്സേജ് കൊടുക്കും വേണ്ട. 6 to 7, 7 to 8 ഒക്കെ കുറച്ച് നാമം ചൊല്ലിയേ പാരായണം ചെയ്യണം. പിന്നെ ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് നോക്കാം, അത് നല്ലതല്ലേ കാണുന്നത്. 3 മണിയായ അവസാനിച്ചു, പിന്നെ ഉറങ്ങണം. അത് വിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങുക, ശരീരത്തിന് വിശ്രമം കൊടുക്കുക. ബാക്കി സമയത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ട്, ഇത് നോക്കിയിരിക്കില്ല. സന്ധ്യയ്ക്ക് ലേശം നേരം നല്ലത് കാണാം. ഒരു ചിട്ട വെച്ചിരിക്കുന്നുണ്ട്. എപ്പോഴും ഇതിലേക്ക് മെസ്സേജ് കൊടുക്കും വേണ്ട, എപ്പോഴും അത് കാണും വേണ്ട. നമ്മളിത് പറയുക, നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടുമോ? അപ്പോൾ അതുകൊണ്ടൊരു സമയക്രമം വെച്ചിരിക്കുകയാണ്. അത് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് എല്ലാം വേണം. പക്ഷെ എല്ലാറ്റിനും ഒരു സമയവും ടൈം ടേബിൾ, ഒരു ലിമിറ്റ് എല്ലാറ്റിനും വയ്ക്കണം. തോന്നിയ പോലെ അടിമപ്പെട്ടിട്ട് അതിന് നമ്മൾ വിധേയരായാൽ കണ്ണ് കേടുവരും, ശരീരം കേടുവരും, നട്ടെല്ല് കേടുവരും, സമയം പോവും, സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങും, ഒന്നിനും കൊള്ളാത്തതാണ്. ഇങ്ങനെ വിവിധ കുഴപ്പങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ട് മനുഷ്യൻ നശിക്കുന്നു, മൊബൈലായിട്ടും ടി വി ആയിട്ടും. അപ്പോൾ ആ പാറ്റയെ പോലെ ആവരുത് എന്നാണ് 24 ഗുരുക്കന്മാരത്തെ ഒരു ഗുരുനാഥൻ പാറ്റ നമ്മളെ പഠിപ്പിക്കുന്നത്. കണ്ണിനെ ഒന്ന് നിയന്ത്രിച്ചോളൂ. സജ്ജനങ്ങളെ കാണുക, ക്ഷേത്രത്തിൽ കാണുക, നിലവിളക്ക് കാണുക, ഭഗവാന്റെ രൂപം കാണുക, ഇതൊക്കെയാണ് കണ്ണുകൊണ്ട് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഈ മൊബൈലും ടി വിയും സദാ ഭ്രമിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ജന്മം കണ്ണ് കാണാത്ത ആളായിട്ട് ജനിക്കേണ്ടി വരുന്നതെന്നാണ്. വേണ്ടാത്ത കണ്ടാൽ അടുത്ത ജന്മം കണ്ണ് കാണാത്ത ആളായിട്ട് ജനിക്കേണ്ടി വരും. ദൈവം സഹായിച്ച് കാഴ്ചയിലെ 2 കണ്ണുകൊണ്ട് വേണ്ടതല്ല കണ്ടത് വെച്ചാലേ ഭാഗവതം വായിക്കാനോ നല്ല കാര്യങ്ങൾ കാണാനോ ക്ഷേത്രത്തിൽ ദീപാരാധന വിളക്ക് കാണാനോ കൃഷ്ണവിഗ്രഹം കണ്ണ് നിറയെ കാണാനോ ഉപയോഗിച്ചില്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളായിട്ട് ഒരു ജന്മം മുഴുവൻ ഭഗവാൻ നമ്മളെ അനുഭവിപ്പിക്കും എന്നുള്ള തത്വം ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുകയാണ്. യോഷിത്തിരണ്യാഭരണാംബരാദി ദ്രവ്യേഷു മായാ രചിതേഷു മൂഢ പ്രലോഭിതാത്മാ ഉപഭോഗബുദ്ധ്യ പതംഗവൽ നശ്യതി നഷ്ടദൃഷ്ടി. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.